സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത് അത് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തെ നമുക്ക് ഹല്ലേലൂയ സന്തോഷകരമായി തീർക്കുന്നത് എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ടും വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വരുവാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. ലോകം എല്ലാം ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണാൻ പോകുന്ന ഒരു കാര്യം കർത്താവിന്റെ വരവ്. സ്തോത്രം. ശാസ്ത്രലോകം വളരെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു. സ്തോത്രം. വലിയ വലിയ സംവിധാനങ്ങൾ ലോകത്തിലുണ്ടായി. വലിയ വലിയ പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഏറ്റവും നീളം കൂടിയ ട്രെയിനുകൾ ഉണ്ടായി. കടലിന് മീതെ കൂടി പല പാലങ്ങളും ഉണ്ടാക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. ലോക ചരിത്രത്തിലെ വലിയ അത്ഭുതങ്ങൾ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം സംഭവിച്ചു. ഈ സംഭവങ്ങളൊന്നുമല്ല ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. എല്ലാവരും ഹല്ലേലൂയ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സകലരും ഹല്ലേലൂയ തല താഴ്ത്താൻ പോകുന്നത്, ഭയപ്പെടാൻ പോകുന്നത്, ഒരുപറ്റം ദൈവമക്കൾ ഈ ലോകത്തിൽ നിന്നും പെടുന്നവരെ നാം മാറ്റപ്പെടുന്ന കാഴ്ചയാണ് എല്ലാവരെയും ഭയപ്പെടുത്താൻ പോകുന്നത്. അതിന് ഒരുക്കമുള്ളവരെ ചേർക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ സങ്കീർത്തന വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തീരുന്നത്. അവിടെ നമ്മൾ വായിച്ചല്ലോ, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അനുഗ്രഹം എവിടുന്നാ വരുന്നേ? അനുഗ്രഹം എവിടുന്നാ വരുന്നേ? ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാവൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ. അപ്പം ഒരാൾ സഹായിച്ചത് കൊണ്ട് ഒരു അനുഗ്രഹമായി എന്ന് നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിൽ നമ്മളെ ഒരാൾ സഹായിച്ചത് കൊണ്ട് ഒരു അനുഗ്രഹമായി എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യാറുണ്ട്. ആ സമയത്ത് ആ വ്യക്തിയുടെ സാമീപ്യം, ആ വ്യക്തിയുടെ കൈത്താങ്ങൽ ഒക്കെ ചിലപ്പോൾ നമുക്കൊരു അനുഗ്രഹമായി തീരും. പക്ഷേ അതിനൊക്കെ ഒരു നിയോഗമുണ്ട്, ഒരു നിയോഗം. ഹല്ലേലൂയ. കാരണം നമ്മുടെ ആവശ്യ സമയത്ത് ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് അതിന് ഒരു നിയോഗം ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്നു, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കൃപ ചെയ്താൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവകൃപ നമ്മുടെ മേൽ വേണം. ഹല്ലേലൂയ. സ്തോത്രം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. 6:25. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അപ്പം അവിടെ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പം മോശയോട് ദൈവം അരുളി ചെയ്തത് അഹരോനും പുത്രന്മാരോടും എല്ലാം ഓരോ നിലവാരത്തിലുള്ള ശുശ്രൂഷകളാണ് ഓരോരുത്തർക്കായിട്ട് ദൈവം വ്യവസ്ഥ ചെയ്തിരുന്നത്. അഹരോന്റെ തലമുറകളെയും ദൈവം ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് നയിക്കുമ്പോൾ മോശയോട് പറയുന്നു, ഞാൻ നിന്നെ ഈ തലമുറയിൽ ഉന്നതനാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവനെ ദൈവം എന്ത് ചെയ്തു? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ഉള്ളവനാകട്ടെ. അപ്പോൾ ഹല്ലേലൂയ, അഹരോനോടും തലമുറകളോടും ദൈവം പറയുക, മോശ മുഖാന്തരം പറയുക, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കാൻ പോകുകയാണ്. അപ്പോൾ ഒരു ശുശ്രൂഷ
ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ആത്മീയ ഉന്നതത്തിന് വേണ്ടി ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ അഹരോന്റെ മേൽ പകരുകയാണ്, തലമുറകളുടെ മേൽ പകരുകയാണ്. സ്തോത്രം. മോശയ്ക്ക് ചോദിക്കാം, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവേ എന്നെയും എന്റെ തലമുറയെയും ഇങ്ങനെ അനുഗ്രഹിച്ച പോരെ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കൂടെ വന്ന അഹരോനെയും അവന്റെ മക്കളെയൊക്കെയാണോ ഇങ്ങനെ അനുഗ്രഹിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഓരോ നിയോഗങ്ങളാണ്, ഓരോ നിയോഗങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നീ അവരെ അനുഗ്രഹിക്കുക. സ്തോത്രം, നീ അവരെ അനുഗ്രഹിക്കുക. ദൈവം മോശയ്ക്ക് ആ അധികാരം കൊടുക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെയൊക്കെ ഈ നമ്മുടെ പല മന്ത്രിമാർക്കും വിദ്യാഭ്യാസമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പല മന്ത്രിമാർക്കും. പക്ഷെ അവർ മന്ത്രിയാണ്. അവരുടെ മുമ്പിൽ കളക്ടർ വരെ എഴുന്നേറ്റ് നിൽക്കും. സ്തോത്രം. 10ാം ക്ലാസ് തോറ്റവരും ഡിഗ്രി വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒക്കെ മന്ത്രിമാരൊക്കെ ആകും. എഴുത്തു വായന അറിയാൻ മേലാത്ത ഞങ്ങളുടെ പീരുമേട്ടിലെ ഒരു MLA ഉണ്ടായിരുന്നു, KK തോമസ്. അദ്ദേഹം 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 4 പ്രാവശ്യം 5 പ്രാവശ്യം അദ്ദേഹം പീരുമേട് MLA ആയിട്ട് ഇരുന്നു. ഹല്ലേലൂയ. വിദ്യാഭ്യാസമില്ല. പക്ഷേ അവരെ ഉപദേശിക്കാൻ, അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ, ഹല്ലേലൂയ, IAS ഉദ്യോഗസ്ഥന്മാർ, ഹല്ലേലൂയ, നല്ല ദൈവ രാജ്യത്തിലെ ഭരണകർത്താക്കന്മാർ നിയോഗിച്ച് ആക്കുന്ന ചില വ്യക്തി ജീവനങ്ങൾ PA-മാരായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്ത് അവരെ നടത്തുവന്ന കൊണ്ടുവിടെയായിത്തീരും. ഹല്ലേലൂയ. പക്ഷേ ഈ വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയെ അവിടെ നിർത്തിയാൽ പോരെ? അല്ല. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയാണോ നിയോഗിക്കുന്നത് ആ വ്യക്തിക്കാണ് ആ സ്ഥാനം അവിടെ നിലനിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചോദിക്കാം, ഇത്രയും പ്രാപ്തിയുള്ള കഴിവുള്ള ഈ PA-മാർക്കും ഈ IPS IAS ഉദ്യോഗസ്ഥന്മാർക്കും ഈ സ്ഥാനങ്ങൾ കൊടുത്താൽ പോരെ? ഒരു പ്രധാനമന്ത്രിയാക്കിയ പോരെ? അല്ലെങ്കിൽ ഒരു മന്ത്രിയാക്കിയ പോരെ? ഒരു മുഖ്യമന്ത്രിയാക്കിയ പോരെ? ഇല്ല. ഓരോരുത്തർക്കും അതാത് നിലവാരത്തിലുള്ള സ്ഥാനങ്ങൾ, ഹല്ലേലൂയ, ആക്കി വെക്കുന്നത് ദൈവമാണ്. ഒരു സ്ഥാനത്ത് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തിൽ എന്നെ, ഹല്ലേലൂയ, നിങ്ങളെ, ഹല്ലേലൂയ, നയിക്കാൻ, നടത്താൻ പ്രസ്ഥാനം എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നിലയിലാണ് ഞാൻ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, മോശ അവനെ അനുഗ്രഹിക്കുക. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം കേൾക്കണമെന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 7ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ ഭാഗത്തോടെ ഒന്ന് പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം. അപ്പോൾ എലീശ യഹോവയുടെ കേൾവി, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പുമാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നുവെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം എങ്ങനെയാണ്? സ്തോത്രം. സാധ്യതയില്ലാത്ത മേഖലകളിൽ സാധ്യതകൾ കൊണ്ടുവരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യുദ്ധം ചെയ്യാൻ വന്ന ശമര്യരെ തോൽപ്പിച്ച് കഷ്ടത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾക്കുള്ള ധാന്യങ്ങൾ അവിടെ ദൈവം വന്ന യുദ്ധം ചെയ്യാൻ വന്നവരിലൂടെ അവരുടെ രാജ്യത്ത് ദൈവം എത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ വേദനപ്പെട്ട് നിൽക്കുക ഒരു വലിയ സൈന്യം അവർക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, അശൂര്യര് അങ്ങനെ വരികയാണ്. ശമര്യരുടെ ഒരു വലിയ കൂട്ടം അവിടെ വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല.
മറ്റൊന്ന്, അവർക്ക് വേണ്ടുന്നത് പോലെ ആഹാരമില്ല, ഒരു ക്ഷാമത്തിന്റെ കാലഘട്ടമാണ്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു 7:2, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നു, വലിയ ക്ഷാമമുള്ള ഒരു കാലഘട്ടത്തിൽ വലിയൊരു യുദ്ധം നേരിടുകയാണ്. ആ സമയത്ത് ആ ജനത്തിന് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് എന്താവശ്യമുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം ശത്രു സൈന്യത്തിന്റെ പക്കൽ കൊടുത്തിട്ട് അവരെ അവർ തോൽക്കുമാറാക്കി, അവർ കൊണ്ടുവന്ന ധാന്യങ്ങൾ ഇവർക്ക് ശേഖരിച്ച് അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വലിയ ദൈവം. ഹല്ലേലൂയ. അവര് യുദ്ധം ചെയ്യണ്ട, സ്തോത്രം, ഹല്ലേലൂയ. ആഹാരത്തിന് വേണ്ടിയിട്ട് അവർ അലഞ്ഞു നടക്കണ്ട, അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അവർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? സാധിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം സാധിപ്പിക്കും. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കും. ഈ 2025 നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിപ്പാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ഹല്ലേലൂയ ഞങ്ങളോട് കൃപ ചെയ്ത്, അല്ലെ, ദൈവം ഞങ്ങളോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പം ദൈവകൃപ എന്ന് പറയുന്നത് ബലഹീനതയിൽ തികവ് പ്രാപിക്കുന്നത്. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, അല്ലെ, ബലഹീനതയിൽ തികവ് പ്രാപിക്കുന്ന. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം ആണ്. 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പം ദൈവത്തിന്റെ ശക്തി നമുക്ക് ബലമില്ലാത്തിടത്ത് ഒരു തികവിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. നമുക്ക് പ്രാപ്തിയില്ലാത്തിടത്ത്, നമുക്ക് കഴിവില്ലാത്തിടത്ത്, നമ്മളെ കൊണ്ട് ഹല്ലേലൂയ നേടാൻ കഴിയാത്തിടത്ത്, നമ്മളെ കൊണ്ട് മുന്നേറാൻ കഴിയാത്തിടത്ത് ദൈവത്തിന്റെ ശക്തി തികവോടെ വെളിപ്പെടും. അതുകൊണ്ടാണ് പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ ബലം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പൊ ദൈവത്തിന്റെ ശക്തി ഇല്ല എങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് ഈ ബലഹീനതയിൽ ബലം പ്രാപിക്കാൻ കഴിയത്തില്ല. പൗലോസ് പറയുകയാണ്, ആ ശക്തി കൊണ്ട് ഞാൻ ഹല്ലേലൂയ എന്റെ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും. ആ ശക്തിയിൽ ഞാൻ പ്രശംസിക്കും, ആ ശക്തിയിൽ ഞാൻ സന്തോഷിക്കും. അവിടെയാണ് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയാം, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ വസിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വസിക്കണം. വസിച്ചാൽ മാത്രമേ ആ കൃപ നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അധിക സന്തോഷത്തോടെ ആ ശക്തി എന്റെ മേൽ നിൽക്കാം, ആ ശക്തി എന്റെ മേൽ കടന്നു വരാം. ഞാൻ എന്ത് ചെയ്യാം?
ആ ബലഹീനതയിൽ ദൈവസന്നിധിയിൽ ഞാൻ സന്തോഷിക്കുക. ഹല്ലേലൂയ. 115 സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമ്മെ ഓർക്കണം. അല്ലെ? ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർക്കാൻ. ഹല്ലേലൂയ. എന്ന് വായിച്ചത് 115:12. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മെ ഓർത്താൽ അനുഗ്രഹം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം, ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത്, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത്, ദൈവത്തിന് വേണ്ടി നമ്മൾ ചെലവാകുന്നത്, ഇതെല്ലാം ദൈവം നമ്മളെ ഓർക്കാൻ ഉള്ള ചില പടികൾ, ഹല്ലേലൂയ, ചില വ്യവസ്ഥകൾ. സ്തോത്രം. ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്റെ കുടുംബത്തെ രക്ഷിക്കണേ, എന്റെ തലമുറകളെ രക്ഷിക്കണേ എന്ന് ദിനംതോറും പ്രാർത്ഥിക്കും. ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹല്ലേലൂയ നിലയിലേക്കല്ല പ്രാർത്ഥന പോകണ്ടേ. ഞാൻ പ്രാർത്ഥനയുടെ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി, നേരത്തെ ഞാൻ പറഞ്ഞതാ, ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവിടെ രോഗികളെ കൊണ്ടുവരരുത്, അവിടെ വിദേശത്തുള്ളവരെ കൊണ്ടുവരരുത്, അവിടെ ഹല്ലേലൂയ വേദനപ്പെടുന്നവരെ ഒന്നും കൊണ്ടുവരരുത്, അവിടെ മറ്റുള്ള വിഷയങ്ങൾ ഒന്നും കൊണ്ടുവരരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ആരാധനയ്ക്ക് വേണ്ടി 3 പേര് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആരാധനയോടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സൗഖ്യമുണ്ടാകാൻ, വിടുതലുണ്ടാകാൻ ഇന്നത്തെ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി തീരണമായി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ രോഗികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. വ്യവസ്ഥ പ്രകാരമുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഇന്ത്യ മഹാരാജ്യത്തെ കർത്താവ് തൊടണമേ, ഇന്ത്യയിലെ സുവിശേഷ വേലയെ കർത്താവ് അനുഗ്രഹിക്കണമേ. വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥനയൊന്നും ഹല്ലേലൂയ പ്രാർത്ഥനയായിട്ട് നമുക്ക് ആമേൻ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ടാകണം. അതുകൊണ്ടാ പറഞ്ഞ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ സമയത്ത് നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. നമുക്ക് വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സഭയിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, ജീവിതങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരു സഭ ആരാധനയിൽ വന്നിരുന്നു കൊണ്ട് ആ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ ഇടയാകരുത്. നമ്മൾ പ്രാർത്ഥിച്ചു വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന പ്രാർത്ഥനയല്ല പ്രാർത്ഥന. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ മാസയോഗമൊക്കെ നടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, മാസയോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവേ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ശൂന്യതകളെ മാറ്റണേ. അവിടെ നമ്മുടെ സഭയല്ല വരണ്ടേ, അവിടെ മാസയോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഒരു അടുക്കും ചിട്ടയും ഉള്ളതായിട്ട് മാറണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വചനം ജഡമായിട്ട് എന്ത് ചെയ്തു? തീർന്നു. വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നു, ആ വചനം എന്ത് ചെയ്തു? ആ ജഡത്തിൽ ഈ വചനം നിറയണം. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിൽ വചനം നിറയണം. അങ്ങനെ ജഡത്തിൽ വചനം നിറഞ്ഞാൽ കൃപ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇല്ലാതെ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തു വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തത്. വചനം കൊണ്ട് ജഡത്തെ നിറയ്ക്കണം. ഹല്ലേലൂയ. ഈ ജഡത്തിനകത്ത് വചനം വരണം. വചനം വന്നു കഴിഞ്ഞാൽ നമ്മളിലൂടെ കൃപ വ്യാപരിക്കും. വചനം ഇല്ലാത്തത് കൊണ്ട് പലതിലും നമ്മൾ തെറ്റിപ്പോകുന്നേ. വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ന് പല സമയത്ത് ഈ ജഡത്തിനകത്ത് വചനം വരണം. ഹല്ലേലൂയ. സ്തോത്രം. വചനം ജഡമായിട്ട് വന്നു. ആര് വന്നു? കർത്താവ് വന്നു. ആ കർത്താവിലൂടെ
കൃപ പെരുകാനിടയായി തീർന്നു, കൃപ വ്യാപരിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, നമ്മളിലൂടെ കൃപ വ്യാപരിക്കണമെങ്കിൽ വചനത്താൽ നിറയണം, വചനത്താൽ നിറയണം. ഹല്ലേലൂയ. അവിടെയാണ് ഈ 2025 ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. വചനത്താൽ ഒരു നിറവ് നമുക്കുണ്ടാകണം. അവിടെ കൃപ വ്യാപരിക്കും. കൃപയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. കൃപയെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കൃപ വ്യാപരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃപ വ്യാപരിക്കണമെങ്കിൽ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 7-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചേ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കുന്നു? അവർ ഏതിനോട് തുല്യം? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ അവന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വായിക്കുന്നു, യോഹന്നാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക? സ്തോത്രം. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവുള്ളവരായി മാറുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്നാനപ്പെടണം. മാർദ്ദവ വസ്ത്രധാരി ആയിട്ട് യോഹന്നാൻ ഹല്ലേലൂയ വെള്ളത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ഹല്ലേലൂയ ദൈവകൃപ യോഹന്നാന്റെ മേലിറങ്ങി വന്നപ്പോൾ യോഹന്നാൻ ജോർദാനിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. യേശു കടന്നു വരിക. ആ വഴിയിലൂടെ യേശു കടന്നു വരുന്നു. യേശു തന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ അവന്റെ അന്തരാത്മാവിൽ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിളിച്ചു പറയുക, നിന്നാൽ ഞാൻ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, ഈ പ്രവൃത്തികളെല്ലാം അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഹല്ലേലൂയ അവനാൽ സ്നാനമേൽക്കാതെ ആ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? ഇന്ന് പകൽ സമയത്ത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാനുള്ള ഹല്ലേലൂയ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങൾ സ്നാനപ്പെടണം. നാളുകൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് സ്നാനപ്പെടണമെന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങൾ ഇനിയും ദിവസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പോകരുത്. മാസങ്ങൾ ഇനി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. കാലത്തിന്റെ ഹല്ലേലൂയ കണക്കുകൂട്ടലുകളല്ല, നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും. എന്നാൽ ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റത്തില്ല. അതുകൊണ്ട് സ്നാനപ്പെടേണ്ട കുഞ്ഞുങ്ങൾ സ്നാനപ്പെടണം. ഹല്ലേലൂയ. എന്തിനാ സ്നാനപ്പെടുന്നേ? ഹല്ലേലൂയ. എന്തിനാ? ആർക്കാ സ്നാനം? അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ, ഞാൻ ആ ഭാഗം ഒന്നും എടുക്കാനല്ല വന്നേ, എങ്കിലും 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുന്നത് ഒന്ന് വായിച്ചേ. പത്രോസ് അവരോട്, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആമേൻ. അവിടെ വായിക്കുന്നു, സ്നാനം ആർക്കാണ്? മാനസാന്തരപ്പെട്ടവർക്ക്. ആദിമ സഭയുടെ നടപടി പാപസംബന്ധമായിട്ട് മരിച്ചവർക്ക് സ്നാനം. ഹല്ലേലൂയ. അവിടെയാണ് പറയുന്നത്, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നിട്ട് അവിടെ പറയുന്നു, ചിലർക്ക് ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട പോരെ? അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ അതിന്റെ താഴെ പറയുന്നു, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാർക്കും ഉള്ളതല്ലോ ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് സമ്മേളിക്കുന്ന സ്ഥലമാ. ഇന്ന് അവിടെ വായിക്കുന്നു, മാനസാന്തരപ്പെട്ട ഒരുവന് സ്നാനം ആവശ്യമാ.
ഹല്ലേലൂയ. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഓരോ ദിവസവും വെല്ലുവിളികൾ പലതാണ്. ഓരോ ദിവസവും ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചൈനയിൽ പുതിയൊരു വൈറസ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ന്യൂമോണിയ കൂടുകയും പെട്ടെന്ന് മരണപ്പെടുകയും. ഹല്ലേലൂയ. അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. മരുന്നുകൾക്ക് അതിനെ തടുത്തു നിർത്താൻ കഴിയത്തില്ലെന്നൊക്കെ പറയുന്നു. ഇന്ന് പല സമയത്ത് ഞാൻ ഭയപ്പെടുത്താൻ പറയുകയില്ല. അടുത്ത നാളുകളിൽ നാം 2024 അഭിമുഖീകരിച്ചതിനേക്കാൾ വലിയ വിഷയങ്ങളിലേക്ക് നാം എത്തപ്പെടും, കടന്നു പോകേണ്ടി വരും. ഇവിടെ പിടിച്ചു നിൽക്കാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ വേണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. എവിടെയൊക്കെ മാനസാന്തരപ്പെടണം? നമ്മുടെ പ്രവൃത്തിയില്, ജീവിതത്തില്, എല്ലാ മേഖലകളിലും മാനസാന്തരപ്പെടാത്ത ഒത്തിരി പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ശാപം. ഹല്ലേലൂയ. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടതാ. ഹല്ലേലൂയ. പണ്ടത്തെ ക്രിമിനലുകൾ സ്വന്തം മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടപ്പോൾ സഭയിലെ ക്രിമിനലുകളായിട്ട് മാറി. ഹല്ലേലൂയ. സ്തോത്രം. പണ്ടത്തെ ഗുണ്ടകൾ ഹല്ലേലൂയ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടപ്പോൾ സഭയിലെ ഗുണ്ടകളായിട്ട് മാറി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എത്രയും വേഗം സ്നാനമേൽക്കണം. ഹല്ലേലൂയ. എന്തിനാ സ്നാനമെന്ന് ഞാൻ തുടർന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കണമെങ്കിൽ മാനസാന്തരം നടന്നാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. സ്നാനപ്പെട്ടത് കൊണ്ട് ലഭിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ, അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ, ദർശനവും വെളിപ്പാടും കാണണമെങ്കിൽ ഈ മാനസാന്തരം സംഭവിച്ചിട്ട് സ്നാനപ്പെട്ടാലേ ഈ ഹല്ലേലൂയ ദൈവ പ്രവൃത്തിയുടെ കൃപ നമ്മളിൽ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് വായിക്കുന്നത്, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപം മോചിക്കാത്ത മാനസാന്തരമുണ്ട്. പാപങ്ങൾ മോചിക്കാത്ത മാനസാന്തരമല്ല. ആ സ്നാനമല്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. എന്റെ ഹല്ലേലൂയ സങ്കീർത്തനത്തിന്റെ വഴി മാറിപ്പോയെങ്കിലും ഇത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കണമോ? യഥാർത്ഥ മാനസാന്തരം സംഭവിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പറയുകയാണ് 39-ാമത്തെ വാക്യത്തിൽ വായിക്കാം, വാഗ്ദത്തങ്ങൾ ആർക്കാ? വാഗ്ദത്തം നിങ്ങൾക്കും. അപ്പൊ മാനസാന്തരപ്പെടുന്ന നിങ്ങൾക്ക് ദൈവകൃപ, ഹല്ലേലൂയ, ആ പാപത്തിന്റെ മോചനം ലഭിച്ച നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്നും പറഞ്ഞു. അപ്പം നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമാണ്. അപ്പൊ യഥാർത്ഥ മാനസാന്തര സ്നാനം ഉണ്ടായാൽ പരിശുദ്ധാത്മാവിനെ തരാതെ ഇരിക്കത്തില്ല. നമുക്ക് മാനസാന്തരപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിനെ തടയുന്ന ദൈവമല്ല. പാപം കഴുകപ്പെട്ടാൽ, പാപം ശുദ്ധീകരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് ദൈവം തരുക തന്നെ ചെയ്യും. അതിനെ തടഞ്ഞു വെക്കത്തില്ല, അതിനെ ഉപേക്ഷിച്ച് വെക്കത്തില്ല, അതിന് നമുക്ക് വിരോധമായിട്ട് ദൈവം നിർത്തത്തില്ല. മാനസാന്തരപ്പെട്ടവരുടെ പാപങ്ങൾ കഴുകുന്നതാണ് സ്നാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ഹല്ലേലൂയ. സഭയോട് ചേരാൻ സ്നാനപ്പെടുന്നതല്ല, ദൈവത്തോട് ചേരാനാ സ്നാനം. ദൈവത്തോട് ചേരാൻ, ഏതെങ്കിലും പ്രസ്ഥാനത്തോട് ചേരാനല്ല സ്നാനം,
ദൈവത്തോട് ചേരാനാ സ്നാനം. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ പാപങ്ങളുടെ മോചനം ഏറ്റെടുത്ത ഓരോരുത്തരും എന്ത് ചെയ്യണം? എനിക്ക് സ്നാനപ്പെടണമെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയണം. ഹല്ലേലൂയ. എനിക്ക് സ്നാനപ്പെടണം, എന്റെ പാപങ്ങൾ മോചിച്ച് കിട്ടണം. ഹല്ലേലൂയ. എന്റെ കുറവുകൾ പരിഹരിച്ച് കിട്ടണം. എനിക്ക് അഭിഷേകം വേണം. പരിശുദ്ധാത്മാവെന്ന ദാനം അത് ഫ്രീയാണ്. ഹല്ലേലൂയ. ഒന്നെടുക്കുമ്പോ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവ് ഫ്രീയാണ്. ഹല്ലേലൂയ. ഇന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയോ മാനസാന്തരത്തിന് ഉടവുകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ മടങ്ങി വരണം. ഈ 2025 പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്റെ ഇളയ സഹോദരിയുടെ അമ്മായിയമ്മ ഇന്നലെ രാത്രിയിൽ മരിച്ചുപോയി. ഹല്ലേലൂയ. അവര് 2 മണിക്ക് അടക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഞാൻ 2 മണിക്ക് അടക്കി വെച്ചാൽ എനിക്ക് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പോകാതിരിക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ചെമ്മണ്ണിലാണ്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ അതിനേക്കാൾ വലുതാണ് നമ്മുടെ ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. വേണമെങ്കിൽ എനിക്ക് ഇന്ന് പല സമയത്ത് ആരാധന മുടക്കി പോകാമായിരുന്നു. ഹല്ലേലൂയ. മറ്റു കാരണങ്ങളൊന്നും പറയണ്ട, ഇന്നത്തെ പല സമയത്ത് എനിക്ക് ആരാധന മുടക്കി പോകാമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സമയങ്ങൾ വേണമെങ്കിൽ ഒത്തിരി ചുരുക്കി പോകാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വിശ്വസ്തതയുണ്ടാകണം. അവിടെ വായിക്കുന്നു, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. കല്യാണം നടക്കാനായിട്ട് സ്നാനപ്പെടരുത്. ഹല്ലേലൂയ. വിദേശത്ത് പോകാനായിട്ട് സ്നാനപ്പെടരുത്. ഹല്ലേലൂയ. സ്നാനപ്പെടുകയാണെങ്കിൽ സഭയോട് ചേരാനായിട്ട് സ്നാനപ്പെടരുത്. കർത്താവിനോട് ചേരാൻ സ്നാനപ്പെടണം. ഹല്ലേലൂയ. കർത്താവിനോട് ചേരാൻ സ്നാനപ്പെടണം. അവിടെയാണ് പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാൽ അവര് സാക്ഷ്യം പറഞ്ഞ് പ്രബോധിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. വക്രതയുള്ള ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. നമ്മളെ കുഴച്ചു കളയാൻ, നമ്മളെ വീഴ്ത്തിക്കളയാൻ, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ജീവിതം കൊണ്ട് നമ്മളെ വീഴ്ത്തിക്കളയാൻ ഉള്ള ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ മാനസാന്തരപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള ഏക വഴി രക്ഷിക്കപ്പെടുക. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായി കൊണ്ട് ഏറ്റു പറയണം. രക്ഷിക്കപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ മറ്റൊരു വ്യവസ്ഥയും ദൈവം പറയുന്നില്ല. ഞാൻ എന്റെ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് വായി കൊണ്ട് ഏറ്റു പറയണം. എങ്ങനെ പറയണം? ഇന്നു മുതൽ എന്റെ നാഥനും കർത്താവുമായി ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് അപ്പന്റെ മുഖത്ത് നോക്കിയാൽ അമ്മ ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരിയ്ക്കുന്നുണ്ട്. അവരെ പ്രീതിപ്പെടുത്താനല്ല, പാസ്റ്ററെ പ്രീതിപ്പെടുത്താനല്ല. എനിക്ക് രക്ഷിക്കപ്പെടേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ സ്നാനപ്പെടേണ്ടത് എന്റെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, അപ്പനെ ബോധ്യപ്പെടുത്താനല്ല, അമ്മയെ ബോധ്യപ്പെടുത്താനല്ല, സഹോദരങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, സഭയെ ബോധ്യപ്പെടുത്താനല്ല, ഭാഷയെ ബോധ്യപ്പെടുത്താനല്ല. എനിക്ക് മാനസാന്തരം വേണം, എനിക്ക് സ്നാനപ്പെടണം, ഞാൻ രക്ഷിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ എന്ന് ഇന്നത്തെ സമയത്ത് എത്ര പേര് തീരുമാനിക്കും? എനിക്ക് ഈ കർത്താവിനെ വേണം. സഹോദര സഹോദരി, നാളെ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോണോ? മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ സമയങ്ങളൊന്നും വെച്ച് നീട്ടി തന്നിട്ടില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ പോയ ഒരു സഹോദരി പെട്ടെന്ന് തലയിൽ കുത്തി റോഡിലോട്ട് വീണു, മൂക്കടച്ചു വീണു. ആ നിമിഷം ആ സഹോദരി ലോകത്ത് നിന്ന് പോയി.
അല്ലെ? എത്രയെത്ര മരണങ്ങൾ നമ്മൾ കാണും. ഇന്ന് പകൽ സമയത്ത് സമയം വെച്ച് നീട്ടരുത്. ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസ്ഥാനത്തിലെ ഹല്ലേലൂയ ഒരു അച്ചായനും ആന്റിയും മകളും കൂടെ കൊച്ചുമകളും കൂടെ സ്തോത്രം പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് KSRTC പാഞ്ഞു കയറി വന്ന് അവരെ ഹല്ലേലൂയ തകർത്തിട്ടു. ഹല്ലേലൂയ. ഇന്നലെ അവരെ അടക്കായി. കഴിഞ്ഞ ആഴ്ചയിൽ മരണം സംഭവിച്ചു. വിദേശത്തു നിന്നൊക്കെ വരാൻ ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് ബോഡി ഇന്നലെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ കാരണം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് നമ്മൾ പ്രാപിച്ചെടുക്കണം. ഇല്ല, ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ ഇടയാക്കരുത്. ഇന്നത്തെ സമയമാണ് നമ്മുടെ സമയം. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഈ ദിവസത്തെ അലക്ഷ്യമാക്കി കളയരുത്. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ ആത്മാവിന്റെ നിറവ് പ്രാപിക്കണം. അത് ദാനമായിട്ട് ദൈവം തന്നിരിക്കുന്ന അവകാശമാണ്. അത് പ്രാപിച്ചെടുക്കണം. പാപങ്ങൾ മോചിക്കപ്പെട്ടവരായി തീരണം. പാപങ്ങൾ എന്ത് പാപമാണ് നമ്മുടെ പക്കൽ ഉള്ളതെന്ന് ഞാൻ ഇപ്പോൾ നിന്ന് തലയിൽ കൈവച്ചൊന്നും പറയുന്നില്ല. പാപങ്ങൾ മോചിച്ച് കിട്ടിയാൽ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവതെ കൊണ്ട് ഇടയായി തീരും. ഈ 2025 സഭയിൽ ഒരു ഉണർവ് നടക്കണം. ആത്മദാഹം നമുക്കുണ്ടാകണം. ദൈവകൃപ വ്യാപരിക്കപ്പെടണം. ആത്മാവിന്റെ നിറവിൽ ഞാനും നിങ്ങളും എഴുന്നേൽക്കത്തക്കോണം ഇടയായി തീരണം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? 41-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഹല്ലേലൂയ. സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അച്ഛന്മാരുടെ ഉപദേശമല്ല, സ്തോത്രം. പള്ളിയിൽ പോയി ഉപദേശം കേട്ടെന്നല്ല പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. അവര് കൊന്ത നമസ്കരിച്ചെന്നല്ല പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. അപ്പൊ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഞായറാഴ്ച ഒരു ദിവസത്തെ കൂട്ടായ്മയല്ല, എല്ലാ ദിവസങ്ങളിലും നമുക്ക് കൂട്ടായ്മകളുണ്ട്. കൂട്ടായ്മകൾ ആചരിച്ചു. എന്ത് ചെയ്യണം? അപ്പം മുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകും. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ. ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തണം. ഹല്ലേലൂയ. സമയമുണ്ടായിട്ടും കൂട്ടായ്മകൾക്ക് മുടക്കം വരുന്നുണ്ടെങ്കിൽ, സമയമുണ്ടായിട്ടും പ്രാർത്ഥനകൾക്ക് മുടക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയോ തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു. മറ്റെന്തിനെയോ നമ്മൾ സ്നേഹിക്കുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനെയോ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മളിവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുന്നു. ഇന്നത്തെ സമയത്ത് ദൈവമക്കളെ, സഹോദര, മാതാപിതാക്കളെ, ഹല്ലേലൂയ, നമ്മളിവിടെ നിലനിൽക്കാനുള്ളവരല്ല. നമുക്ക് നിലനിൽപ്പ് സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ്. ഈ രണ്ട് മേഖലയിൽ നമ്മൾ നിലനിൽക്കും. ഏത് മേഖലയാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. നിത്യത എന്ന് പറയുന്നത് നരകത്തിൽ നിത്യതയുണ്ട്, സ്വർഗത്തിൽ നിത്യതയുണ്ട്. മരണം അവിടെയില്ല. ഇന്ന് പല സമയത്ത് ഏത് വേണമെന്ന് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. ഈ ജീവിതം ചെറിയ ജീവിതമാണ്. അത് പുല്ലിനെ പോലെ പോകുന്നതാ. ഭൂമിനെ പോലെ വിടലും വാടിപ്പോകും. വെയില് തട്ടുമ്പോൾ വാടിപ്പോകുന്ന ഈ ചെറിയ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, നിത്യതയുടെ തുറമുഖത്ത് ഞാൻ കാണുമെന്നുള്ള ഉറപ്പ് പ്രാപിപ്പാൻ ഇന്ന് പല സമയത്ത് എത്ര പേർ തയ്യാറാകുന്നു? ആ ദൈവകൃപ ഇന്ന് പല സമയത്ത് നമ്മുടെ മേൽ വ്യാപരിക്കുക. എനിക്ക് യേശുവിനെ വേണം, എനിക്ക് കർത്താവിനെ വേണം. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെടാൻ തീരുമാനിക്കുകയാണ്, ഞാൻ അഭിഷേകം പ്രാപിക്കാൻ തീരുമാനിക്കുക. എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം, എനിക്ക് രക്ഷ പ്രാപിക്കണം, എനിക്കൊരു നിത്യത വേണം. ഞാൻ കൈകൊണ്ടിരുന്നുകൊണ്ട് ആരാധനയ്ക്ക് കൂടിയതുകൊണ്ട് ആ നിത്യത പ്രവേശിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം പ്രാപിച്ചവർ, ദൈവകൃപ പ്രാപിച്ചവർ എന്നേക്കുമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് ഈ പകൽ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ഹല്ലേലൂയ വചനത്തിൽ നിന്ന് പറഞ്ഞ ഹല്ലേലൂയ നിൽക്കാൻ കഴിയും. പക്ഷേ ഇന്ന് പല സമയത്ത് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സമർപ്പിക്കുന്നു.
ഓർമ്മപ്പെടുത്തുന്നു. ആർക്കെങ്കിലും സ്നാനപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്ന് എനിക്ക് സ്നാനപ്പെടണമെന്ന്, ഹല്ലേലൂയ ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന്